അവരുടെ കൂടെ താമസിക്കുന്നവർക്ക് കൂടുതൽ ഇഷ്ടമാവും. വിശാഖക്കാർ ഈ വീഡിയോ എങ്ങനെ ടോളറേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു കാര്യം നേടിയെടുക്കുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ത്രില്ല് പോകും. അത് കഴിഞ്ഞു അടുത്തയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒന്നിൽ നിന്ന് മാറി ഒന്നിലേക്കുള്ള യാത്രയുടെ പ്രയാണം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ആചാര്യൻ പറയുന്നത്, മുൻജന്മത്തിൽ അധികാരത്തോടും നേട്ടങ്ങളോടും കാണിച്ച അമിതമായിട്ടുള്ള ആർത്തിയുടെ ഫലമായിരിക്കാം ഈ ജന്മത്തിൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾ എന്ന് കരുതപ്പെടുന്നു. ചില ആചാര്യന്മാരത് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ആചാര്യന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കപ്പുറം വ്യാഴത്തിൻ്റെ നക്ഷത്രമല്ലേ, അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു സംതൃപ്തി കണ്ടെത്താൻ, സ്പിരിച്വൽ, നോട്ട് റിലീജിയസ്, റിലീജിയൻ അല്ല, ഈ സ്പിരിച്വാലിറ്റി, ഉള്ളിലേക്ക് ആ ഒരു സത്യസന്ധത, അവനവൻ്റെ ഉള്ളിലേക്ക് നിന്നുമുള്ള ആ ഒരു സോളിനോടെ ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവരുടെ കർമ്മബന്ധങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇവർക്ക് ജീവിതത്തിൽ തൃപ്തിയും ആത്മസംതൃപ്തിയും ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ അലഞ്ഞിട്ട് ഉപാസനയിലേക്കൊക്കെ വന്ന് ഉപാസന ചെയ്ത് കുറേ കാലമായപ്പോൾ ആ തനിക്കുള്ളതിൽ, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, തൻ്റെ വിജയങ്ങളിൽ ഈശ്വരനോടും പ്രപഞ്ചത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം ഒരു ചെറിയ കാലയളവിൽ മാത്രമുള്ളൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ലൈഫ്. അപ്പോൾ അതിനുള്ളിൽ കിട്ടിയ ആ ഒരു ഇതിനെ മനുഷ്യത്വപരമായി ഇടപെടുകയും എനിക്ക് കിട്ടിയതിനോടൊക്കെ നന്ദിയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു സ്നേഹവും ഒക്കെ ഇവർക്ക് വരികയും ചെയ്യും. സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയപരമായിട്ടുള്ള ഇവരുടെ ഒരു വളർച്ച ഇവരെ വല്ലാണ്ട് ചേഞ്ച് ചെയ്യുകയും നല്ല രീതിയിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 2 തരം വിശാഖക്കാരുണ്ട്. ഒന്നും വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേച്ചറുള്ളവരും, ഒരെണ്ണം പുറത്തറിയത്തില്ല, വളരെ ശാന്തമായിട്ട് പോകുന്നവരുമാണ്.